അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ അല്ല നമ്മുടെ റാദി വേൾഡിൻ്റെ പാർട്ട് എത്ര ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ റാദി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഈ വെള്ളിയാഴ്ച വിടുന്നത്. കാരണം വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, നെറ്റ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വിടാൻ പറ്റില്ല, ആണ് കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോബ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ് ഇല്ലേ? ഡയമണ്ട് 20 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡയമണ്ട് എടുത്തിട്ട് നമുക്കൊരു പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ നെതർ പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നെതർ പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒരു മല പോലത്തെ ഐറ്റം ഉണ്ടാക്കിയിട്ട് വേണം നെതർ പോൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെതർ പോളിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്സ്ചർ പാക്കിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ടെക്സ്ചർ പാക്ക് എടുത്തു. ഇതാണ് ഈ സ്മൂത്ത് റിയലിസ്റ്റിക് ടെക്സ്ചർ പാക്സിൻ്റെ മൊബൈലിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ആക്ഷൻസൊക്കെ എനിക്കൊന്ന് പോയി തോന്നുന്നു, അതുകൊണ്ട് വർക്കാണ് വായിക്കേണ്ടി വരും. ഇല്ല മനസ്സിലാ. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഈ മല്ലും കൂടി ഒന്ന് ബ്ലെൻഡായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൂടി പാത്തൊന്ന് 3 നമ്മൾ ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് എന്താ പറയുക, പിക്കാക്സ് നമുക്ക് വേണം. കാരണം നമ്മുടെ പിക്കാക്സ് പൊട്ടാനാണ്. ഈ ഡർട്ടെല്ലാം എടുത്ത് ഇതിനകത്തങ്ങ് വെച്ചിട്ട് എന്താ പറയുക, കുറച്ച് ഡയമണ്ട് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. ഡയമണ്ട് പിക്കാക്സ് 5 ഡയമണ്ട് പിക്കാക്സ് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് എടുത്തിട്ട് കണ്ട അത്ര അടക്കം നമുക്കിനോട്ട് ഓക്സീഡിയം നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കുമ്പോൾ പുറത്തുണ്ടാക്കിയിട്ട് ഡെക്കറേഷൻ ചെയ്താൽ മതി. നമുക്ക് നേരെ പോയിട്ട് അപ്പോൾ നമ്മുടെ നെതർ പോർട്ടൽ ഉണ്ടാക്കാനുള്ള ഒബ്സിഡിയൻ കളക്ഷൻ ചെയ്യാം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇങ്ങനെയുള്ളൂ, എന്നാലും നമുക്ക് 15 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. കേസ് അത് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100,000-ലേക്ക് 1K കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എന്താണ് ചട്ടി മാത്രം ഇട്ട് നടക്കുന്നത്? ഓ, ഇത് ടെക്സ്ചർ പാക്ക്. ടെക്സ്ചർ പാക്കാണ്. നമുക്ക് ഇവിടെ ഒന്നും പൊട്ടിച്ച് നോക്കണം, സേഫ് ആണോ എന്ന് ഉറപ്പില്ലല്ലോ നമുക്ക്. എന്നാൽ ഇവിടെ ഒരു ബക്കറ്റ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൾഫർ കേവ് കണ്ടുപിടിച്ചില്ലേ?
അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ദിവസം പോയിട്ട് സൾഫർ ക്യൂബിൽ നമുക്ക് കണ്ടുപിടിച്ചാൽ ബീഫിലോട്ട് വരണം. പുതിയൊരു മോവാണല്ലോ. വോയിസ് അവിടെ 12 ഓപ്ഷൻ ഒപ്പിച്ചത് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അങ്ങനെ ഡയമണ്ട് പിക്കാക്സ് നമുക്ക് ഒന്നിനും ഉപയോഗിക്കണം കൊണ്ട് ഡയമണ്ട് ആകുമ്പോൾ ടൂൾസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണമല്ലോ. ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണ്ട, ബാക്കിയുള്ള ടൂൾസ് ആർക്കും ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡയമണ്ട് കൊണ്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കി വെക്കാം. എന്നാലും ടൂൾസ് ഇപ്പോൾ ഉപയോഗിക്കണ്ട, ആ ഒരു ടൈമിൽ തന്നെ ഉപയോഗിക്കുന്നത് അതായിരിക്കും നല്ലത് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ബേസ് എത്തിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ബേസ് എത്തിയിട്ട് നമുക്കിനി എന്താ പറയുക, നമ്മുടെ വീട്ടിനകത്ത് കയറിയിട്ട് ഡയമണ്ട് പിക്കാക്സിൻ്റെ ജോലി ഇങ്ങനെ എടുത്ത് അവിടെ വെച്ചേക്കാം. നമ്മുടെ ബാക്കി ഇങ്ങനത്തെ ക്ലീനാക്കിയേക്കാം. റോട്ടൺ ഫ്രഷ് കൊണ്ടവിടെ വെച്ചിട്ട് ഇവിടെ കൊണ്ടവിടെ വെച്ചിട്ട് ഒരു കല്ലും വെച്ചിട്ട് ഡയമണ്ട് പിക്കാക്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ നഗരപ്പൂരുണ്ടെങ്കിൽ കൂടി മൈൻഡ് ആണെങ്കിൽ നമുക്ക് ഡയമണ്ട് ഞാനവിടെ കണ്ടുപിടിക്കാൻ സമയമുണ്ടെന്ന് എനിക്കല്ല, സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ 2 3 4 ഇവിടെ വെച്ചിട്ട് അങ്ങനെയല്ല ഫുള്ള് ആ ഡയമണ്ട് കേക്സ് ഒന്നും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ പോർട്ടിനെ ഫുള്ള് ജോലി ചെയ്യേണ്ട ഡയമണ്ട് കേക്സുമായി എടുത്തു. അപ്പോൾ അത്ര ഡയമണ്ട് കേസ് ചെയ്യപ്പെടും. അല്ല കോപ്പ് അതങ്ങനെ തന്നെ ബിൽഡ് ചെയ്യേണ്ടത്. അയ്യോ കിഴങ്ങ് ഇവിടെ ഓപ്ഷൻ പറഞ്ഞു ഡയമണ്ട് കേസ് കൊണ്ടുവെക്കും. നമ്മൾ ഡയമണ്ട് കേസ് കൊണ്ടുവെക്കും. ഡയമണ്ട് കേസ് കൊണ്ടുവെക്കണ്ട ഇവിടെ ഒന്നും കൂടി പൊട്ടിച്ചിട്ട് അങ്ങനത്തെ. അപ്പോൾ അവിടുത്തെ ഒരു സിമിട്രി അവിടെ കിട്ടിക്കോളും. ഒരെണ്ണം പൊട്ടി വന്നു. ഞാൻ എടുത്തു. ബാക്കി ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ താഴത്ത് വെക്കേണ്ട കാര്യം ഓർത്തില്ല. വിസാ പ്രശ്നം കിട്ടും. നമ്മുടെ ഡയമണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കുക, ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കുക, ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കുക. എൻ്റെ ഓക്കെ അങ്ങനെ നമുക്ക് പോയിട്ട് നമ്മുടെ പോർട്ടിൽ ഇന്ത്യൻ സ്റ്റീലില്ല. ഒത്തിരി കുഴപ്പമില്ല. തോണ്ടിൽ പ്രിൻ്റ് ഉണ്ടോയെന്ന് നോക്കാം. ഗ്രേവലുണ്ട് പക്ഷെ പ്രിൻ്റ് ഇല്ല. ഗ്രേവൽ എടുത്തിട്ട് കൈകൾ സാധനം കിട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആവശ്യങ്ങളെ. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീലാൻസിലുണ്ടാക്കി. ഇനി പോയിട്ട് പോർട്ടിൽ നമുക്ക് ലൈറ്റ് ചെയ്യണം. 1 മിനിറ്റ് ഫാൻ കേട്ടോ ഭയങ്കര. ഓക്കെ സെറ്റ് നൈറ്റായി. മാറി മഴയുള്ളപ്പോൾ ബോട്ട് കത്തിക്കാൻ പറ്റില്ല. ക്യാമ്പ് എവിടെ
മഴയുള്ളപ്പോൾ പോർട്ടൽ കത്തിക്കാൻ പറ്റാന്ന് എനിക്കറിയത്തില്ല. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിക്കും. എൻ്റെ എല്ലാം എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ. സ്ലീപ്പറൊക്കെ ഉണ്ടോ നോക്കണം. ജസ്റ്റ് മിസ്. ഇവിടെ നിന്ന് ലൈറ്റാൻ്റെ ഹെൽത്ത് ലൈറ്ററും പോട്ടെ. കോപ്പ് കഴിച്ച് ഇവിടെ ഒബ്സിഡിയൻ വേണം. എന്ത് കഷ്ടയോ, ഞാൻ നിർത്തലേ. അല്ല അവിടെ ഒബ്സിഡിയൻ വേണം. അവിടെയും കൂടി ഒബ്സിഡിയൻ വെക്കാൻ തോന്നുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല ഇനി അങ്ങനെ ആയിട്ട് സമാധാനം പോർട്ടൽ കിട്ടിയാണ്. ഇനി പോയിട്ട് എടുത്തിട്ട് ഇവിടെ ലൈറ്റ് എടുത്ത് ഇവിടെ വെച്ചേക്കാം. ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നഗറിലോട്ട് പോകാം. വേറൊരു കോമഡി ഡയറ്റ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സമയം നോക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ അയ്യോ ഫോട്ടോ സീന് ഫോട്ടോസ് ഉണ്ട് കിസ് അവിടെ. മരിക്കുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും മരിച്ചില്ലെങ്കിൽ മോശമില്ല. അത് കഴിഞ്ഞ് അതിലോട്ട് കയറി എല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പോർട്ടൽ ഡെക്കറേറ്റ് ചെയ്യുന്ന നമുക്ക് പോയിട്ട് കുറച്ച് കൊണ്ടുവരാം. ടോക്ക് വുഡ് നമുക്ക് എടുത്തുകൊണ്ട് വരാം. ടോക്ക് വുഡ് ഗൈസ്. അപ്പം ടോപ്പ് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ടെക്സ്ചർ പാക്ക് ഇടുമ്പോൾ നമ്മുടെ വീടെല്ലാം കണ്ടൊരു മെഡീവൽ ഗെയിം പോലെ തോന്നുന്നത്. മെഡീവൽ ഗെയിം പോലെ അതാണ് എനിക്ക് ആടിനിട്ട് ഓടിക്കുന്നുണ്ട് ഒരുപാട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡോഗിനെ പെറ്റാക്കാം അല്ലേ? നമുക്ക് ഡോഗിൻ്റെ പേര് ഇപ്പം തന്നെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഡോഗിനെ പിന്നെ കിട്ടും. പേര് നമുക്കിപ്പോൾ കണ്ടുപിടിച്ചേക്കാം. പേര് ഇപ്പം എന്തിടും? ബാബു. അത് മതി, ബാബു മതി. ബാബു. ഇത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി പേര് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാനത് ബാബുവിനേക്കാൾ നല്ല പേരുണ്ടെങ്കിൽ നോക്കാം. ബാബു കുറച്ചും കൂടി ഒരു പവറാണ്. ബാബുവാണ്. നമുക്ക് വെട്ടാം. എല്ലാം കിട്ടിയാൽ തന്നെ അത്യാവശ്യം മുട്ട് കിട്ടും. എന്തിനാണ് ഈ കിടന്നത്? ഇത് എനിക്ക് ഞാൻ ഒരു മോഡിൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ മോഡ് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ കൊള്ളാം. മോഡ്
വീട്ടിലോട്ട് പോവാം. അപ്പോൾ ശരി, നമുക്ക് തിരിച്ച് നമ്മുടെ ബേസ് നമ്മുടെ ഫുഡ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം. ആരും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, തിരിച്ച് നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോകാം. ടെക്സ്ചർ പാക്ക് ഇട്ടേക്കുന്നത് പീസ്ഫുൾ ആൻഡ് ഇതാണ് എന്ന് വെച്ചാൽ പീസ്ഫുള്ളും ഈ ടെക്സ്ചർ പാക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്ചർ പാക്കില്ലാത്ത സംഭവങ്ങൾ പീസ്ഫുള്ളിലാണ്. അങ്ങനെയാണ്. പിന്നെ വെച്ചാൽ നമുക്ക് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹോട്ടൽ സിനിമ ഉണ്ട് ചെറുങ്ങനെ വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കി ഇവിടെ വെക്കാം. ഇവിടെ മാത്രം നമുക്ക് ഫെൻസ് ഗേറ്റ് വെക്കാം. ഈ എൻഡ് നമുക്ക് ഫെൻസ് ഗേറ്റ് വെക്കാം. കൊണ്ടുവന്ന് കിട്ടിയ നഗരത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇൻവെർട്ടറൊക്കെ ഒന്ന് വീണാക്കട്ടെ. എൻ്റെ ബ്രെഡ് എടുത്ത് വെക്കുക. ഞാൻ ഒന്നല്ലേ കിട്ടും. നമുക്ക് പറ്റുന്ന പോട്ടിൽ നമ്മൾ ഭംഗിയാക്കി ഉണ്ടാക്കി ഫുഡ് സെറ്റാക്കണം. ടൂൾ സെറ്റാക്കണം. എൻ്റെ ഷീൽഡ് പൊട്ടാനായോ എന്ന് ചെറിയ സംശയം. ഷീൽഡ് അധികം പൊട്ടാനായിട്ടില്ല, കുറച്ച് പൊട്ടാനായി. ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഷീൽഡ് ഉണ്ടാക്കാനായിട്ട് ഷീൽഡ് നമുക്ക് ഉണ്ടാക്കി പറഞ്ഞാൽ കൈ വെച്ചേക്കാം. എപ്പോഴാണ്
എടുത്തിട്ട് നമുക്കൊരു എന്താ പറയുക ഇപ്പോൾ സോഡ് ക്രാഫ്റ്റ് എന്തായാലും ഇതിപ്പോൾ പൊട്ടി പിന്നെ ഇത്ര തന്നെ കേവിനകത്ത് പോകുമ്പോൾ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് വേണം, ടൂൾസ് എല്ലാം ഒരുമിച്ചേക്ക്. ഇത് രണ്ടും മീൻസ് വാട്ടർ ബക്കറ്റും ലൈറ്ററും നമ്മളിവിടുന്ന് മാറ്റാൻ, ലൈറ്ററല്ല മീൻസ് ഫ്ലിഞ്ചാൻസിൽ മാറ്റാൻ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നത്. ബാക്കി ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ പിക്കാക്സ് പൊട്ടുമ്പോൾ ഒരു പിക്കാക്സ് എടുക്കാം, ബാക്കി എക്സ്ട്രാ പിക്കാക്സ് അവിടെ ഇരിക്കട്ടെ. അതുപോലെ ഷീൽഡ് പൊട്ടുമ്പോൾ അടുത്ത ഷീൽഡ്, ഒരു നമ്മുടെ സോഡ് പൊട്ടുമ്പോൾ ഈ സോഡ് അങ്ങനെ ഒരുപാട് സാധനം എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കേവിനകത്തോട്ടൊക്കെ പോകുമ്പോൾ അവസ്ഥ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കാം. എന്തായാലും നമുക്ക് ആവശ്യം വരുമല്ലോ. നമ്മൾ ഈ ഡയമണ്ടൊക്കെ മെയിൻ ചെയ്യാൻ എന്തായാലും പോകണം, നമുക്ക് ആവശ്യം വരാൻ എന്തായാലും. അപ്പോൾ ഇതുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയുക വീറ്റ് ഉണ്ടാക്കണല്ലോ ഈ ഫോണിൽ. 42 സംതിങ് ഉണ്ടാക്കിയേക്കാം. ഇതിപ്പോൾ എത്രയാവും നോക്കട്ടെ. കറക്റ്റ് 60 ഇത് നേരെ മൈനിങ്ങിലോട്ട് പോകാം. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ 20 മിനിറ്റ് നമുക്ക് പോയിട്ട് മൈനിങ് ഉടനെ കിട്ടുമോ നോക്കാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. വൈകുന്നേരം 6 മണിക്കോ അല്ലെങ്കിൽ എന്താ പറയുക 7 മണിക്കോ തന്നെ വീഡിയോ വരും. എല്ലാവരും കാത്തിരിക്കണം. ആരും മിനിറ്റ് കാണാൻ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ മൈനിങ്ങിന് പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അന്ന് വന്ന പോലെ അല്ലേ ഇപ്രാവശ്യം നല്ലോണം സൂക്ഷിച്ച് കെയർഫുള്ളായിട്ടൊക്കെ പോകണം. ഇതൊന്നല്ലേ ഡയമണ്ട് മാത്രമല്ല, കണ്ണിക്കാടുന്ന് എന്ത് നമുക്ക് മൈൻഡ് കൊണ്ട് പോകാം. റെഡ് സ്റ്റോണെങ്കിൽ റെഡ് സ്റ്റോൺ എന്ത് നമുക്ക് മൈൻഡ് കൊണ്ട് പോകാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ റെഡ് സ്റ്റോൺ മൈൻഡ് ചെയ്യാം. ഡയമണ്ട് മൈൻഡ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. ഡയമണ്ട് സപ്പോർട്ടിൽ മൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വരുന്ന എപ്പോഴാണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയമണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാൻ എപ്പോഴാണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട് മൈൻഡ് ചെയ്യുന്ന സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വേണമെന്നാണ് നമ്മളൊരു ഏകദേശം വീടൊക്കെ വെച്ച് എന്താ പറയുക ഒരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡയമണ്ട് ആർമറിലോട്ട് പോവുള്ളൂ. അത്രേ ഉള്ളൂ. അയൺ ഫാം ഉണ്ടാക്കിയെങ്കിൽ നേരെ അടുത്ത ടോപ്പിക്ക് ഡയമണ്ട് ആർമർ. അപ്പോൾ ഡയമണ്ട് മൈൻഡ് ചെയ്യുന്ന തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മതി. ഞാൻ ഡയമണ്ട് മൈനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരെങ്കിൽ അപ്പോൾ നോക്കിയാൽ മതി. നമ്മൾ ഡയമണ്ട് അപ്പോഴാണ് നമ്മൾ ഡയമണ്ട് മാത്രം മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നമ്മളെല്ലാം മൈൻഡ് ചെയ്യുമെങ്കിൽ അപ്പോൾ മാത്രം നമ്മൾ ഡയമണ്ട് മാത്രം മൈൻഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും മൈനിങ്ങിന് ഇറങ്ങേണ്ട. ഡയമണ്ടിന് മാത്രമായിരിക്കും നമ്മൾ ലാസ്റ്റത്തെ മൈനിങ്ങിന്. പിന്നെ നമ്മൾ മൈനിങ്ങിന് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ഒന്ന് മൈനിങ്ങിന് കിട്ടിയാൽ ഇന്നും കൂടി നമ്മൾ മൈനിങ്ങിന് പോയി. ഇന്ന് നമ്മൾ മൈനിങ്ങിന് പോയി. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീട് വെക്കുന്ന കാര്യങ്ങളിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ പറയുക ഡയമണ്ട് ആർമറും ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ട്രേഡിങ് ആവും. ഒന്നെങ്കിൽ ഡയമണ്ട് മൈൻഡ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ഞാൻ ട്രേഡിങ് കളിൽ നിന്ന് ഡയമണ്ട് എത്തിക്കും. ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ എന്താ പറയുക മൈനിങ്. അങ്ങനെ കൂടി ഇതാണ് ലാസ്റ്റ് മൈനിങ്. ഡയമണ്ട് നമുക്ക് വില്ലേജിൻ്റെ നോക്കിക്കുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഞാൻ ഇത്ര പെട്ടെന്നല്ല മാറി. അതെനിക്ക് കുറച്ചും കൂടി നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ മൈനിങ് നമ്മുടെ ഇതിനകത്ത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അല്ല ഗോൾഡിനൊക്കെ വേണമെങ്കിൽ ഇനി മൈൻഡ് ചെയ്യണമെന്നാണ് വരും. അത് എന്തായാലും അപൂർവമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് മൈനിങ് കൂട്ടിപ്പോയി. ഗോൾഡ് കിട്ടുന്നുണ്ട്. ഗോൾഡ് എന്ന് പറഞ്ഞ് വാരി മാർക്കെടുത്തില്ല, അപ്പം തന്നെ ആ ഗോൾഡ് കിട്ടും. ഇങ്ങോട്ടൊക്കെ ഓ ലാവ.
ഉള്ള ഗോൾഡൊക്കെ നമുക്ക് കംപ്ലീറ്റ് മൈൻഡ് ചെയ്തുകൊണ്ട് പോവാം. അത് ഗോൾഡൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, നമുക്ക് ഹെൽത്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോവാം. ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. അത് വേറൊരു കാര്യമുണ്ട്. ഈ സോമുകളുടെ അടുത്തൊക്കെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വല്ല ഡയമണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ആരായനല്ല കേസ്. കേൾട്ടനൊക്കെ ഞങ്ങൾ പറപ്പിച്ചു. നമ്മളെന്തായാലും ഡയമണ്ട് കയറി പോയിട്ട് കാര്യമില്ല. നമുക്ക് ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. നമുക്ക് താഴോട്ട് പോവാം. നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയാൽ നമ്മുടെ മൈനിങ്ങിൻ്റെ കണക്ക് ഒന്നെങ്കിൽ നമ്മൾ എന്താ പറയുക, ടോർച്ച് തീരുമ്പോൾ നമ്മൾ താഴത്തോട്ട് തിരിച്ചു പോകും. അല്ല, നമ്മൾ ടൈം ആകുമ്പോൾ നമ്മൾ മേളിലോട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ ടോർച്ച് തീരുമ്പോൾ നമ്മൾ മേളിലോട്ട് പോകും. നമുക്ക് കണ്ടറിയാമല്ലോ. ഈ ലാസ്റ്റ് മൈനിങ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് തന്നെ ഉറപ്പിച്ചിരിക്കേണ്ടത്. ചിലപ്പോൾ ലാസ്റ്റ് മൈനിങ് ഇതായിരിക്കും. ലാസ്റ്റ് മൈനിങ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ആവശ്യം നമ്മൾ മൈനിങ്ങിന് വരും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് മൈനിങ് വേണ്ട ആവശ്യം, മൈനിങ് വേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആവശ്യം ഉണ്ടാവുന്നിരിക്കില്ല, ആവശ്യം വല്ലപ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മൈനിങ് ഗോൾഡൊക്കെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഗോൾഡ് ഫാം ഉണ്ടാക്കാം. എനിക്കതിന് മടിയായതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ വരും ഗൈസ്. അടുത്ത ഇപ്പൊ ടച്ച് ചാനലകത്ത് രാത്രി അതുകൊണ്ട് അതല്ല, ഈ കേവായതുകൊണ്ടൊരു സാധനം കാണാൻ പറ്റുന്നില്ലോ. അതുകൊണ്ട് നമ്മൾ പൊട്ടിയെടുത്തോണ്ട് പോകണം. ടോർച്ച് ഉണ്ടാവില്ല, അനാവശ്യം ഉണ്ടല്ലേ. കാണാതെ ഞാനിപ്പോൾ കാണാതെ എൻ്റെ അവസ്ഥ മാനിച്ചത് എന്തായിരിക്കും. ടോർച്ചിനെ കൊണ്ടായിരുന്നു പടവടാൻ തുടങ്ങിയിട്ട്. ഭയങ്കര വെറുതെ ഒന്നായില്ല, അത്രേ ഉള്ളൂ. കയറി നല്ലോണം നോക്കി പോകണം. ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ മിസ് ചെയ്ത് തന്നെയാണ്. ഇവിടെ കേവൻ്റായി നമുക്ക് സ്ട്രീറ്റ് വഴി പോയി.
ഇവിടേക്ക് ഞാൻ വന്നിട്ടാണ് വരാത്ത ഞാൻ പോയിട്ടുണ്ടെന്നോ സൾഫർ കേവ് കിട്ടണമെങ്കിൽ നമുക്ക് സൾഫർ കേവിൻ്റെ അകത്തോട്ട് പോകാം. ഇനി നമുക്ക് ഇനി ചെയ്യാം. സൾഫർ കേവ് കിട്ടില്ല നമുക്ക് മൈൻ ചെയ്തുകൊണ്ട് പോകാം. നമുക്കിങ്ങനെ പോകുന്നെനിക്ക് എന്തെങ്കിലും അമേസിങ് സാധനം കാണുവാണെങ്കിൽ അതിനകത്ത് കയറാം. ഈ വൈൻ കാണുമ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നത് സൾഫർ ക്യൂബ്. മറ്റേ ഇത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റെന്താ പറയുക അതിൻ്റെ ഇത് ലൊക്കേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് നമ്മൾ ഇത് കണ്ടുപിടിക്കാനല്ലോ വന്നത്. ഞാൻ വരുമ്പോൾ അതെന്താ നമ്മൾ വന്ന നേരത്തെ ഇതാണെന്നറിയോ ഗൈസ്, ഒരു തേങ്ങ വാങ്ങിയൊരു ലാപ്സൊക്കെ ഇരുമ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യാം. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം തന്നെ നമുക്ക് അവിടെ വീട്ടിലോട്ട് ബാക്കി പണി വീട്ടിൽ നമുക്ക് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വയബിൾ സോപ്പ് ഇതിനകത്ത് വെക്കാം. 2 ഡയമണ്ട് 20 അത്ര ലാപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. റെഡ് സ്റ്റോൺ ഒരു സ്റ്റാക്കിന് മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
ഗോൾഡ് ഓർ ഉണ്ട്, അത് കുക്ക് ചെയ്യാൻ വെക്കാം. അയൺ ഓർ ഉണ്ട്, അതും കുക്ക് ചെയ്യാൻ വെക്കാം. ഫസ്റ്റ് നമുക്ക് ഗോൾഡ് ഓർ കുക്ക് ചെയ്യാൻ പറ്റുക. ഗോൾഡ് ഓർ നമുക്കിനി കുറച്ച് ആവശ്യം ഗോൾഡ് എടുത്ത് വെക്കാം. പിന്നെ ഗോൾഡ് നമുക്ക് പിന്നെ ഗോൾഡിനകത്തേക്ക് ഉണ്ടാക്കാൻ മതിയല്ലോ. അതിനെടുത്ത് അതിനകത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് അതിനകത്ത് വെച്ചേക്കാം. ഓക്കെ, നൈറ്റാണ്, നമുക്ക് അപ്പോൾ കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഗൈസ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ നിർത്താമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി. ബാക്കി കാണുന്ന നെതർ പോർട്ടൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയാണ്. ഇത് നമ്മൾ പോയിട്ട് മൈനിങ്ങിനോട് നമ്മൾ അത്യാവശ്യം ഞങ്ങൾക്ക് ഒപ്പിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം. അടുത്ത വീഡിയോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഒരു വെള്ളിയാഴ്ച ആയിരിക്കും ഉറപ്പ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാമെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ. വെള്ളിയാഴ്ച ശനിയാഴ്ച. ഓക്കെ, അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്.